ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് നവീൻ സാറാണ്. സ്ട്രക്ചറൽ ഡിസൈൻ ഫീൽഡിൽ 9+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഡ്രീം ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ഡ്രീം ജോബിലേക്ക് നമുക്ക് എങ്ങനെ എത്താം? എന്നും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. എവറി ന്യൂ പ്രൊജക്ട് ദാറ്റ് ഐ ഡു ഐ എം ലേണിംഗ് ഇൻ അവർ പ്രൊഫഷണൽ ഫീൽഡ്. നമ്മൾ അറിയണം എന്നുള്ളൊരു പാഷനേറ്റ് ആയത് കൊണ്ട് മാത്രമാണ് ഐ ബിലീവ് യു ആർ ഇൻ ദിസ് പൊസിഷൻ. ആ ഒരു പേടിയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ടോപ്പിലുള്ള ആളെ പോയിട്ട് നോക്കിയതാൽ മതി. പല ആൾക്കാരും അബ്രോഡ് ജോബ് വേണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഒരു 50% ആൾക്കാർക്ക് മാത്രമാണ് ജോബിലേക്ക് എത്താൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർ തിരിച്ചു വരികയാണ്. അവിടെ എങ്ങനത്തെ ആൾക്കാരെയാണോ വേണ്ടത് അവരെ എടുക്കുള്ളൂ. സോ ഒന്നും അറിയില്ലാത്ത ഒരാളെ ജോബ് കൊടുക്കത്തില്ല. എനിക്കൊരു ജോബ് താഴെന്ന് പറഞ്ഞാൽ തരത്തില്ല. യു മസ്റ്റ് ബി ഏബിൾ ടു കൺവേ ദം ഓർ കൺവിൻസ് ദം. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പറയാൻ അറിഞ്ഞിരിക്കണം എനിക്ക് എന്താ അറിയുന്നതെന്നുള്ളത്. ഇപ്പോൾ ഒരാളെടുത്തൊരു ലൈൻ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ലൈൻ വരക്കും. ബട്ട് ഹൗ ആൻ എഞ്ചിനീയർ ഷുഡ് ഡ്രോ എ ലൈൻ എന്നുള്ളത് ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേൺ ചെയ്തേ പറ്റുള്ളൂ. അത് ഈവൻ സോഫ്റ്റ് സ്കില്ലാണെങ്കിലും ടെക്നിക്കൽ സ്കില്ലാണെങ്കിലും. സ്കൈ ഈസ് യുവർ ലിമിറ്റ്. നിങ്ങൾ എങ്ങനെ എക്സ്പോണൻഷ്യൽ കർവിൽ പോകുള്ളൂ. എല്ലാത്തടത്തോളം കാലം നോ യു വോണ്ട് ബി ഏബിൾ ടു. കറക്റ്റ്. ഹായ്, ഹലോ. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് നമ്മളുടെ സ്വന്തം നവീൻ സാറാണ്. നവീൻ സാറ് സ്ട്രക്ചറൽ ഡിസൈൻ ഫീൽഡിൽ 9+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ന് നവീൻ സാറ് നമ്മളുടെ കൂടെ വന്നിരിക്കുന്നത്, ഒരുപാട് ആൾക്കാർ ഒരു ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രീം ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം ആ ഒരു ഡ്രീം ജോബിലേക്ക് നമുക്ക് എങ്ങനെ എത്താം, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം നമ്മളുടെ ഒരു സ്കില്ല് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രൊഫഷണലിസം ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഐ എം വെൽക്കമിങ് നവീൻ സാർ. ഹായ്, വെൽക്കം നവീൻ സാർ. ഹായ് ജുബർ. ഹായ്. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ നവീൻ സാർ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നവീൻ സാർ ഇപ്പോൾ ഒരു മാർക്കറ്റിലൊരു ഫുട് പ്രിൻ്റ് ഉണ്ടാക്കിയ ഒരാളാണ്. അതെ. അപ്പം നവീൻ സാർ എങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഫുട് പ്രിൻ്റ് ഉണ്ടാക്കി? പല ആൾക്കാർക്കും നവീൻ സാറിനെ പോലെ മാർക്കറ്റിലൊരു ഫുട് പ്രിൻ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. സോ അവരുടെ അടുത്ത് നവീൻ സാറിൻ്റെ ഒരു ജേണി പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. സോ ടു സ്റ്റാർട്ട് വിത്ത്, ഏകദേശം 9 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എനിക്കിപ്പോൾ സ്ട്രക്ചർ ഡിസൈനിങ് ഫീൽഡിലുണ്ട്. സോ ടു സ്റ്റാർട്ട് വിത്ത്, നമ്മൾ ഇനീഷ്യലി ഇപ്പോൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം എന്താ വേണ്ടത്? അത്യാവശ്യം ഒരു നോളജ്, എന്താണ് നമ്മുടെ ഒരു ഫീൽഡ് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇനിയിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആണ് മാസ്റ്റേഴ്സ് എങ്കിൽ പോലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം. സോ ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്താണ് നോളജ് എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. സോ വെറെവർ യു ഗോ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ദാറ്റ് എഞ്ചിനീയറിംഗ് പരമായിട്ട് ഇതാണ് എനിക്ക് അറിയുന്നത്, ദിസ് ഇസ് വാട്ട് ഐ നോ എന്നുള്ളത് നമുക്ക് പ്രസൻറ്റിങ് സ്കില്ല് നമുക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. സോ ഇഫ് യു ഗോ ടു ആൻ ഇൻ്റർവ്യൂ നമുക്ക് അടുത്ത് പറയാൻ വേണ്ടി പറ്റണം, എനിക്കറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഐ എം ഗോയിങ് ടു സപ്പോർട്ട് യു വിത്ത് ദിസ് എന്നുള്ളത് പറയാനായിട്ടുള്ളൊരു കണ്ടൻറ്റ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. സോ ദാറ്റ് ഇസ് വൺ മെയിൻ തിങ് ദാറ്റ് വി നീഡ്. ദെൻ വി നീഡ് ടു ഹാവ് കോൺഫിഡൻസ് ഇൻ അസ്. അതായത് നമ്മൾ ചെല്ലുമ്പോഴേക്കും വി ആർ എ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ, മേ ബി ഒരു എന്താ പറയുക, ഒരു ഫ്രഷറിന് കിട്ടുന്നൊരു കാര്യമല്ല, വി നീഡ് ടു ഡെവലപ്പ്. സോ ഇനീഷ്യൽ സ്റ്റേജ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഫേസ് എന്ന് പറയുമ്പോഴേക്കും വിൽ ബി ഇൻ എ വെരി മൈനർ ജോബ്, ചെറിയൊരു ജോബ് മേ ബി ആയിരിക്കാം. സോ വെൻ യു ആർ പുട്ട് ദെയർ, ലേൺ ഫ്രം ദെയർ. അതായത് വേർ യു നീഡ് ടു റീച്ച്, എവിടെയാണ് നമ്മൾ എത്തേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. നമുക്ക് തന്നെ മനസ്സിലാവും ദാറ്റ് ദിസ് ഇസ് നോട്ട് വെയർ ഐ നീഡ് ടു ബി, ഐ നീഡ് ടു റീച്ച് സംവെയർ എൽസ്. സോ അതിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ആവണം. വി നീഡ് ടു ലേൺ മോർ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് മോർ, വി നീഡ് ടു ഗെറ്റ് കണക്ഷൻസ് മോർ. സോ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രൊഫഷണൽ ജേർണിയിലോട്ട് നമുക്ക് അപ്സ്കില്ല് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് ഒരിക്കലും നമ്മൾ നോളജ് ഒട്ടും കുറവല്ല, എന്നും പഠിച്ചുകൊണ്ടിരിക്കുക, എന്നും പഠിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. സോ ഈവൻ നൗ എവറി ന്യൂ പ്രൊജക്ട് ദാറ്റ് ഐ ഡു ഐ എം ലേണിംഗ്. സോ ഐ എം എ ലൈഫ് ലോങ് ലേണർ എന്ന് വേണമെങ്കിൽ പറയാം, ലൈഫ് ലോങ് സ്റ്റുഡൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ ആയിരിക്കണം നമ്മൾ, അങ്ങനെയാണ് നമ്മൾ അപ്സ്കില്ല് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ വി നോട്ട് ബി എന്നത് ഒരു കംഫർട്ട് സോണിൽ ഒരിക്കലും ആവരുത്. അതായത് ഇപ്പോൾ നമുക്കൊരു ജോബുണ്ട്, ഈ ഒരു ജോബിൽ എനിക്ക് ഇന്ന സാലറി ഉണ്ട്, അത് കുറച്ച് നമ്മളൊക്കെ ഇൻക്രിമെൻറ്റ് വരുമല്ലോ, ഇത് മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കാതെ വി നീഡ് ടു ഗെറ്റ് മോർ. അതായത് വി നീഡ് ടു ഹാവ് എ നെയിം ഇൻ ദി സൊസൈറ്റി, അല്ലെങ്കിൽ ഇൻ അവർ പ്രൊഫഷണൽ ഫീൽഡ് നമ്മൾ അറിയണം എന്നുള്ളൊരു ആ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. മേ ബി ഡ്യൂ ടു ദാറ്റ് ഐ എം ഹാവിങ് ദിസ് കൈൻഡ് ഓഫ് പ്രൊഫഷണൽ ലൈഫ് നൗ. Great. That means you are passionate about your career. നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ഒരു പാഷനേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഐ ബിലീവ് യു ആർ ഇൻ ദിസ് പൊസിഷൻ. നവീൻ സാർ പറഞ്ഞതുപോലെ ലേണിംഗ് നെവർ എൻഡ്സ് ഇഫ് യു ഫോക്കസിങ് ഓൺ ഗ്രോ. അതിൻ്റെ കൂടെ തന്നെ സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ തിങ് ഈസ് നമ്മൾ
അപ്സ്കെയിൽ ചെയ്യണം, നമ്മളൊരു കമ്മിറ്റഡ് ആയിരിക്കണം, ഈ ഫീൽഡിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതും നമ്മൾ അതുപോലെ ആയിരിക്കണം എന്നുള്ളതും. സോ നമ്മൾ പണ്ട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ഈവൻ ഐ വെൻ ടു ബിസിനസ്, ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, നിനക്കൊരു ബിസിനസ് മാൻ ആവണമെങ്കിൽ നീ ഒരു ബിസിനസ് മാനായിട്ട് ആദ്യം ബിഹേവ് ചെയ്യണം. നിനക്കൊരു കളക്ടർ ആവണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബിഹേവ് ലൈക്ക് എ കളക്ടർ. ഒരു IAS ഓഫീസർ ആണെങ്കിൽ യു ഷുഡ് ബിഹേവ് ലൈക്ക് എ കളക്ടർ. എന്നാൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. അത് എന്താ പറയുക, പണ്ട് ഞാനൊരു സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു, നിനക്ക് എന്ത് വേണം എന്നുള്ളത് ദൈവം നിനക്ക് തരണമെങ്കിൽ ആദ്യം ദൈവത്തിനൊരു കോൺഫിഡൻസ് വേണം, നിനക്കിത് തന്നു കഴിഞ്ഞാൽ നീ അത് സെറ്റാക്കും എന്നുള്ളത്. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ ഇൻഡിവിജ്വൽ എഫേർട്ടാണ്. ഇപ്പോൾ ഒരു $100 million ആസ്തിയുള്ള ഒരാളുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് 100 million കപ്പാസിറ്റി ഉണ്ട്, അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കും. ആ ഒരു ബിഹേവിയർ അയാൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഈവൻ ഇഫ് എനി ഫ്രഷേഴ്സ്, വാട്ട് ഐ ബിലീവ് ദേ ഷുഡ് ബിഹേവ് ലൈക്ക് എ പ്രൊഫഷണൽ. ആ ഒരു പ്രസൻറ്റേഷനും ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു കൾച്ചറും ഡെവലപ്പ് ചെയ്യുന്നത് വാട്ട് ഐ ബിലീവ്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് അവർക്കൊരു പ്രൊഫഷണൽ ലൈഫ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഞാൻ കണ്ടൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് സൂപ്പർവൈസറുടെ ബിഹേവിയറാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ലേബറിൻ്റെ ബിഹേവിയറാണ് അവിടെ ഉണ്ടാവുക. സോ ആ ഒരു ബിഹേവിയറിൽ ഒരിക്കലും അവർക്കൊരു കൺസ്ട്രക്ഷൻ മാനേജറോ അല്ലെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയറോ പ്രൊജക്ട് ഡയറക്ടറോ ആവാൻ പറ്റും എന്നുള്ളത് ഐ എം നോട്ട് ഷുവർ. The thing is, they are focusing only on daily activities. The thing is, even if it's small, ഒരു ലേബർക്ക് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലത്തിൽ പോയിട്ട് ഒരു എഞ്ചിനീയർ പോയിട്ട് ഇൻ്റർഫിയർ ചെയ്യുക, എന്നിട്ട് അത് സോൾവ് ചെയ്തെടുക്കുക. കല്ലെടുത്ത് മാറ്റണമെങ്കിൽ കല്ലെടുത്ത് മാറ്റുക. എന്നിട്ട് the thing is, if we are a professional അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ്, we have to consult or instruct, right? Yes. You have to do that one. സോ അത് നമ്മളുടെ ലൈഫിൽ നമ്മളങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് വാട്ട് ഐ ബിലീവ്. സോ അതിൻ്റെ ആഡ് ഓൺ ആയിട്ട് സാറ് പറഞ്ഞത് ഞാനൊന്ന് ആഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഈ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും എന്നുള്ള, സാർ ഓൾറെഡി ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. സോ എങ്ങനെ ഒരു ബിഹേവ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ സാർ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? മെനി ഫാക്ടേഴ്സ് വരുന്നതാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് മേ ബി ചിലർക്കുണ്ടാകും, മേ ബി നമ്മൾ പഠിച്ച വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ബട്ട് ഇൻ ഇൻഡസ്ട്രി വി ക്യാൻ ലേൺ. നമുക്ക് ഓരോ രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാകും, വി ക്യാൻ ലേൺ. അതിനിവിടെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്, വിൽ ബി ഏബിൾ ടു ഡെവലപ്പ്. സോ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ്. അത് വെറുതെ ഇപ്പോൾ ഇംഗ്ലീഷ് പറയാമെന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ മലയാളം പറയാമെന്നത് മാത്രമല്ല, എങ്ങനെ നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ജുബേറിന് ഇപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സപ്പോൾ ജുബേറിന് വേണ്ട ഒരു വർക്ക്, മേ ബി ഞാനിപ്പോൾ സ്ട്രക്ചറൽ ഡിസൈനറാണ്, ജുബേർക്ക് വേണ്ട ഒരു ബിൽഡിംഗ് പണിയലാണ്. സോ വാട്ട് യു എക്സ്പെക്ട് ഔട്ട് ഓഫ് യു നീഡ് ടു കൺസ്ട്രക്ട്. അതായത് ഒരു ബിൽഡിംഗ് പണിയണം എന്നുള്ളതാണ്. സ്ട്രക്ചർ ഡിസൈൻ ഞാൻ പ്ലാൻ മാത്രം വരച്ച് തരുന്നുള്ളൂ. സോ ഐ ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് യു. സോ എനിക്കുള്ള കണക്ഷൻസ് വഴി ഐ മസ്റ്റ് ബി ഏബിൾ ടു സപ്പോർട്ട് യു. അതായത് മേ ബി ഐ ഹാവ് എ കോൺടാക്ട്, സോ ഐ ആസ്ക് either you to contact him, അല്ലെങ്കിൽ പുള്ളിയെടുത്ത് ജുബനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. സോ ആ ഒരു നെറ്റ്വർക്ക് ബിൽഡിങ്ങിലൂടെ വി ആർ ഏബിൾ ടു ഐ എം ഏബിൾ ടു സപ്പോർട്ട് യു. അപ്പോൾ ജുബേർക്ക് എൻ്റെ അടുത്ത് കൂടുതൽ യു വിൽ ബി ഫേവറിങ് മീ. അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ജുബേർക്ക് ഒരു ആവശ്യം വരുമ്പോഴേക്കും ജുബേർക്ക് മേ ബി യുവർ റിലേറ്റീവ്, മേ ബി യുവർ ഫ്രണ്ട് സ്ട്രക്ചറൽ പരമായിട്ടുള്ള ആവശ്യം യു വിൽ ബി കോൺടാക്ടിങ് മീ. അല്ലേ, ശരിയല്ലേ? അതെ. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, ഹൂവർ യു ആർ മീറ്റിംഗ്, നമ്മൾ മീറ്റ് ചെയ്യുന്ന ആരായാലും ശരി, അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടായിരിക്കണം. സോ ദാറ്റ് വേ നമുക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാം. ദാറ്റ് ഇസ് ഫിസിക്കൽ കണക്ഷൻ ബിൽഡിംഗ് വേണമെങ്കിൽ പറയാം. ബട്ട് ദർ ഇസ് ത്രൂ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽസ് നമ്മളെക്കാളും നമ്മൾ ഏത് ലെവലിലെത്തണം. മേ ബി നമ്മളിപ്പോൾ ഒരു ഫ്രഷർ ആണെങ്കിൽ യു വിൽ സീ മെനി എഞ്ചിനീയേഴ്സ് ഓർ വാട്ട് എവർ പ്രൊഫഷണൽ, അവർ ഏത് ഫീൽഡിലായിക്കോട്ടെ. സോ അങ്ങനത്തെ ഒരാൾ മേ ബി ഒരു മീഡിയ പരമായിട്ടുള്ള ആളാണ്. സോ ദേ സീ എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ന്യൂസ് വായിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പ്രസൻറ്ററൊക്കെ ആയിരിക്കും. സോ ഫോളോ ദം, ഹൗ ദേ ആർ ഡൂയിങ്, അവരെങ്ങനെയാണ് അവരുടെ രീതിയിലേക്ക് എത്തുന്നത്, ഹൗ ദേ ആർ പ്രസൻറ്റിങ്. അതിപ്പോൾ ഒരു ടെക്നിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, സോ ആ എഞ്ചിനീയർ എന്തൊക്കെ കൈൻഡ് ഓഫ് പ്രോജക്ട്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു ഡിസൈനർ ബേസിൽ പറയുകയാണ്. സോ എന്ത് കൈൻഡ് ഓഫ് പ്രോജക്ട്സ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ് ആ ഒരു എഞ്ചിനീയറിൻ്റെ മാസ്റ്റർ പ്രോജക്ട്സ് ആയിട്ട് വരുന്നത്, ആൻഡ് ഹൗ ഹി വാസ് ഏബിൾ ടു ഡെവലപ്പ് ദാറ്റ്. നമ്മൾ ബുർജ് ഖലീഫ എന്നൊരു
പ്രൊജക്റ്റ് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഡെവലപ്പായി വന്നിരിക്കുന്നത്, ഹൂവർ ഇറ്റ് ഇസ്, മേ ബി ദർസ് എ ബിഗ് സ്ട്രക്ചറൽ എഞ്ചിനീയർ ഹു ഹാസ് പ്ലേഡ് എ പാർട്ട് ഇൻ ഇറ്റ്. സോ വി നീഡ് ടു ഫോളോ ദാറ്റ് പേഴ്സൺ. എങ്ങനെയാണ് ആ ഒരു ഐഡിയ അവർ കൊണ്ടുവന്നത്. സോ ആ രീതിയിൽ മേ ബി ഫോളോ, നമുക്ക് ഡയറക്റ്റ്ലി അത്രയും വലിയൊരാളെ പോയി കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് വി ക്യാൻ ഫോളോ ദാറ്റ് പേഴ്സൺ, അവരെന്താണ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രം നെക്സ്റ്റ് 5 years നമ്മൾക്ക് ആരാവണം, നെക്സ്റ്റ് 5 years നമ്മൾ ആരാവണം, ആ ലെവലിലായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ട്രൈ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദം, ഇഫ് പോസിബിൾ ട്രൈ ടു മീറ്റ് ദം. സോ ആ രീതിയിൽ വി വിൽ ബി ഏബിൾ ടു ഡെവലപ്പ് അവർ കണക്ഷൻസ്. സോ ആ കണക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഡെവലപ്പായി വരുന്നത്. സോ അവരുടെ ബിഹേവിയർ, അവർ മേ ബി അവർ ഒന്ന് കോൾ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ ആർ സ്പീക്കിംഗ്. ഒരു പ്രൊഫഷണൽ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവരുടെ രീതിയിൽ നിന്ന് മനസ്സിലാവും. ആൻഡ് നമ്മൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് ആ ലെവലിൽ നിന്ന് എപ്പോഴും നമ്മൾ റൈസ് ചെയ്യാനാണ് നോക്കേണ്ടത്. വി നീഡ് നോട്ട് ഗോ ഡൗൺ. സോ ആസ് ജുബൈർ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലേബറിൻ്റെ ലെവലിൽ ചെയ്യേണ്ട ഒരു വർക്കാണെങ്കിൽ യു ഷുഡൻ ഗോ ആൻഡ് ലിഫ്റ്റ് ദാറ്റ് ബ്രിക്ക് ഫ്രം ദെയർ. നമ്മൾ പുള്ളിയുടെ ഒരു ലേബറിൻ്റെ അടുത്ത് പറയുകയാണ് വേണ്ടത്, ടേക്ക് ദാറ്റ് ആൻഡ് മൂവ് എന്നുള്ളത് നമ്മൾ പറയണം. സോ ആ ഒരു ഇൻസ്ട്രക്ഷൻ അത് നമ്മൾ പറയേണ്ട രീതി, മേ ബി നമ്മളല്ല, മേ ബി നമുക്കൊരു സൂപ്പർവൈസർ നമ്മുടെ അണ്ടറിലുണ്ട്. സോ ആ സൂപ്പർവൈസറിനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ ടാസ്ക്കാണ്. സോ ഹൗ വി ആർ കൺവേയിങ് ദാറ്റ് മെസ്സേജ്, ആ മെസ്സേജ് നമ്മൾ ഒച്ചത്തിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ടല്ല പറയേണ്ടത്, അത് നമ്മളുടേതായിട്ടുള്ള ഡെഫിനറ്റ്ലി. സോ അത് എങ്ങനെയാണ് കൺവേ ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് ത്രൂ മാനറിസം നമ്മളുടെ സീനിയേഴ്സ് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അത് ഒരു ടോക്സിക് ആത്ത രീതിയിൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദാറ്റ് പേഴ്സൺ നമ്മളത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഗ്രേറ്റ്. കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എൻജിനീയർ എന്ന് പറയുന്നത് ഒരു ജോബ് ചെയ്യുന്ന ഒരാളല്ല, ജോബ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്. കറക്റ്റ്. സോ വേറൊരു ഡൗട്ടാണ് നവീൻ പറഞ്ഞതിൽ തന്നെ അത് ഒരു ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ്. പല ആൾക്കാർക്കും ഇംഗ്ലീഷിൽ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡ്രീമിലേക്ക് എത്തിപ്പെടേണ്ട ഒരാളായിട്ട് സംസാരിക്കുക, അങ്ങനത്തെ ഒക്കെ ഭയങ്കര പേടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് വാട്ട് ഐ ബിലീവ് നവീൻ പറഞ്ഞൊരു കാര്യത്തിൽ അത് ഹിഡനായി കിടക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഗിവേഴ്സ് ഗെയിൻ. നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ കൊടുത്തു കൊടുക്കുമ്പോഴാണ് കിട്ടുക. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഓക്കെ, മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ റൂൾ അതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പല ആൾക്കാരും അവരെന്ത് എനിക്ക് തരും എന്നുള്ള മൈൻഡിലാണ് ഉണ്ടാവുക. ആ ഒരു മൈൻഡിൽ തന്നെ പല ആൾക്കാരായിട്ടും അപ്രോച്ച് ചെയ്യുമ്പോഴും ആ ഒരു മൈൻഡിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ അടുത്ത് ലിങ്ക്ഡിനിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും എനിക്കൊരു ഡെയിലി ഒരുപാട് മെസ്സേജ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കവറിങ് ലെറ്റർ റെസ്യൂമി. സോ ഇതെനിക്ക് തോന്നുന്നു എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. ചില ആൾക്കാരുണ്ട്, ഓക്കെ, ഐ സേ ലെറ്റ്സ് മാക്സിമം 5 to 10%. അവർ ചോദിക്കുന്നത് വെച്ചാൽ, സർ ഹൗ ഐ ക്യാൻ ഹെൽപ്പ് യു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് സർ ഈവൻ ഇഫ് എ സ്മോൾ ടാസ്ക് ഓർ സംതിങ് ക്യാൻ യു പ്രൊവൈഡ് മീ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ ആസ് എ ഒരു എൻജിനീയർ എനിക്ക് വളരെ ഹാപ്പിയാണ് അങ്ങനത്തെ ആൾക്കാർ. എന്ന് വെച്ചാൽ അവരുടെ മൈൻഡിൽ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഐ ക്യാൻ ഫീൽ ഇറ്റ്. സോ അത് 2 things ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത് അവർ ചോദിക്കുന്നത് നോളജാണ്. ദാറ്റ്സ് വി ക്യാൻ പ്രൊവൈഡ് എനി ടൈം, റൈറ്റ്? സോ അത് നമ്മളുടെ കയ്യിലുള്ള സാധനമാണ്. ജോബ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്, ദാറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാർക്കറ്റ്, റൈറ്റ്? അപ്പം നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാകുമ്പം ഐ ബിലീവ് ഒരുപാട് ആൾക്കാർ, ഈവൻ ഇഫ് യു ആർ കൗണ്ടിങ് 8 out of 10 ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് വേൾഡിൽ എഞ്ചിനീയേഴ്സ്. സോ അങ്ങനെ ഒരു നെറ്റ്വർക്ക് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോളജ് കണക്ഷൻസ് വരുമ്പോൾ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവരായിട്ടുള്ളൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. 2 things they are getting, right? If they are asking this kind of questions. Other one is just an application, may get disconnected. കാരണം വെച്ചാൽ അവരുടെ കയ്യിലില്ലാത്ത സാധനം ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പല ആൾക്കാർക്കൊരു പേടിയുണ്ട്, അല്ലേ? ഈവൻ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതും അതുപോലെ ഇങ്ങനെ ആസ്ക് ചെയ്യുക എന്നുള്ളതും ഒക്കെ അവർക്കൊരു പേടിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ കൂടിയാണ്, ഈ ടോപ്പിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് ഹെഡ് വെയിറ്റ് കൂടുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് കാരണമാണോ അവർക്ക് ആ ഒരു പേടി വരുന്നത്, അല്ലെങ്കിൽ അവർ ഒന്നുമല്ല ഇവർ വലിയ ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണോ അവർക്ക് ആ ഒരു പേടി വരുന്നത്? ഹൗ വി ക്യാൻ ഓവർകം ദിസ് ഫിയർ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കേണ്ടതെങ്കിൽ എന്തായിരിക്കും പറയാൻ പറ്റുക?
അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു കാര്യമാണ്. കാരണം നമ്മളെക്കാളും വലിയൊരാൾ മേ ബി വിത്ത് നോളജ് ഓർ മേ ബി വിത്ത് മണി ഓർ മേ ബി വിത്ത് പവർ നമ്മളെക്കാളും വലിയൊരാളാണ്. സോ അൺലെസ് ആൻഡ് അൺടിൽ നമ്മളയാളുടെ ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാതെ വി വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനത്തെ ഒരാളാണെന്നുള്ളത്. സോ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇഫ് ഹുവർ ഇറ്റ് ഇസ് ഐ ഫീൽ ടു ആസ്ക്, അതായത് നമ്മൾ തന്നെ നമുക്ക് ആണ് ആവശ്യമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളുടെ ചാൻസ് എടുക്കണം. ദാറ്റ് നമ്മൾ വേറൊരാളെ അയാൾ വലിയ ആളാണോ ചെറിയ ആളാണോ എന്നല്ല, ഇപ്പോൾ ചെറിയ ആളുടെ അടുത്ത് നിന്നാണെങ്കിലും വലിയ ആളുടെ നിന്നാണെങ്കിലും നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ വി ക്യാൻ ആസ്ക്. നമ്മൾ എന്തോന്നാലും ചോദിക്കേണ്ടതാണ്, ബിക്കോസ് ഇറ്റ് ഇസ് അവർ നീഡ്. നമ്മൾ ആ ഒരു നീഡിന് വേണ്ടി നമ്മൾ തന്നെ എഫേർട്ട് ഇടുക. സപ്പോസ് ഈ ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു കാര്യം മേ ബി വേറൊരു അടുത്ത് ഉണ്ടാവാം. സപ്പോസ് ഇപ്പോൾ ഒരു ഹെഡ് വെയിറ്റ് ഉള്ള ആളുണ്ടെങ്കിൽ ഹെഡ് വെയിറ്റ് ആൾ കാണിച്ചോട്ടെ, ലെറ്റ്സ് നോക്ക് ദി നെക്സ്റ്റ് ഡോർ. സോ അടുത്ത ആളുടെ അടുത്തോട്ട് പോവുക, ഹൂവർ ക്യാൻ ഹെൽപ്പ് യു. സോ നമ്മൾ വി നീഡ് ടു ഹാവ് ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാവണം. ആ ഓപ്ഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് കാര്യമാണോ വേണ്ടത് വി മസ്റ്റ് ബി ഏബിൾ ടു ആസ്ക്. സോ അത് നമ്മളെപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതായത് ഒരു ആൾക്ക് കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അടുത്ത ഡോറ് നോക്ക് ചെയ്തിരിക്കണം. അല്ലാതെ നമ്മൾ റിസ്ട്രെയിൻ ചെയ്തിരിക്കാൻ വേണ്ടി പാടില്ല. ദാറ്റ് ഇയാളെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആരോട് ചോദിക്കില്ല, ഇങ്ങനെയാണ് വലിയവർക്ക് ഇങ്ങനെയാണ്. ദാറ്റ് ആ ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ഉള്ളിൽ നമ്മുടെ കോൺഫിഡൻസ് നമ്മളായിട്ട് കുറക്കുകയാണ്. സോ വി ഫീൽ ദാറ്റ് വി ആർ ഗിൽറ്റി, നമ്മളാണ് തെറ്റുകാരെന്നാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. സോ വി ആർ പ്രൊഫഷണൽസ്, സോ വി നീഡ് ടു ഡെവലപ്പ്. സോ ആ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് എപ്പോഴും ഉള്ളത്. സോ നമ്മളുടെ കരിയർ പാത്ത് വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അതിന് വേണ്ടി വി നീഡ് ടു വർക്ക്. സോ ഹൂവർ ദി സെക്കൻഡ് പേഴ്സൺ ഇസ്, അതാരെങ്കിലും ആയിക്കോട്ടെ, they are for supporting us only. they are only for supporting us. So if one person is not supporting, another person will definitely. So എല്ലാവരും ഒരേ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരായിരിക്കത്തില്ല, they will help you. So അത് ഞാൻ അങ്ങനെ പറയുള്ളൂ. ദാറ്റ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഓൺ ഹൗ വി നീഡ് ടു നോക്ക് ഡിഫറെൻറ്റ് ഡോർസ് എന്നുള്ളത്. ഇതിൽ ഞാൻ ഈവൻ ഐ എം ഡൂയിങ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബിസിനസ്. $1 billion ടേൺ ഓവറുള്ള കമ്പനീസിൽ ഞാൻ പോവാറുണ്ട്. അപ്പോൾ വാട്ട് ഐ ഫീൽ, എനിക്കൊരു ഫീൽ ചെയ്തൊരു കാര്യമാണ്, ആ കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ ഒരു ടോപ്പ് പോസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും കൈൻഡായിരിക്കും. ഒരു ഭയങ്കര എന്താ പറയുക, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതും ലിസൺ ചെയ്യാനുള്ളൊരു ഇതായിരിക്കും. ബട്ട് ദ തിങ് ഈസ്, ഈവൻ റിസപ്ഷനിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള, ഐ എം നോട്ട് ഷുവർ എല്ലായിടത്തും അല്ല, ചിലയിടത്ത് അവരൊരു പാഷനായിട്ട് ചെയ്യുന്നതല്ലേ, ഒരു ജോബ് എന്നുള്ള രീതിയിൽ മേ ബി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവർ ഭയങ്കര അരഗൻറ്റും റൂഡും ആയിരിക്കും. സോ നമ്മൾ പല ആൾക്കാരും ഫസ്റ്റ് പോയി കാണുന്നത് ഈ റിസപ്ഷനിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് പല ആൾക്കാർക്കും ഒരു ഫീല് വരുന്നത്, ഓ ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഇത് കുറച്ചും കൂടി ഹാർഡായി വരുന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ നവീനാണെങ്കിലും ഫസ്റ്റ് പറഞ്ഞൊരു കാര്യത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേണിംഗ് നെവർ എൻഡ്. നമ്മൾ ഒരു ടോപ്പിലേക്ക് നിൽക്കുന്നതും അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു ഫുട് പ്രിൻ്റ് കൊണ്ടുവന്ന ഒരാൾ എന്ന് പറയുന്നത് അവർ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഒരു മൾട്ടി മില്യൺ കയ്യിലുള്ള ഒരാൾക്ക് പോലും ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം വെച്ചാൽ അവർ പഠിച്ചെടുത്തതാണത്. പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടുള്ളൊരു കാര്യമാണ്. അത് എന്താ പറയുക, നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. സോ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാൾ അവിടെ നിൽക്കുമ്പോൾ അവരുടെ പാത്തിലേക്ക് വരുന്ന ഒരാളെ അവർക്ക് എന്താ പറയുക, ഒരു മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സം ഇയേഴ്സ് ബാക്കിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അയാൾ ആ പൊസിഷനിലായിരിക്കാം. കറക്റ്റ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ബിസിനസ് ഓണേഴ്സ്, അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ കമ്പനീസ്, GM, CEOs, അവരായിട്ട് എനിക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ വളരെ ഈസിയാണ്. കാരണം വെച്ചാൽ അവർ എപ്പോഴും കേൾക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലേണിങ്ങിൻ്റെ ഒരു പവറാണത്. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു ദിവസം കമ്പനീൻ്റെ പേര് ഞാൻ പറയണില്ല, ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചിട്ട് പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഷീസ് 30 ഓൺലി, 30 years ഉള്ളൂ. ഓക്കെ, ഒരു MNC കമ്പനികളുടെ 5 കൺട്രീസിന് മാനേജ് ചെയ്യുന്ന, ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്ന ഹെഡാണ്. 30 വയസ്സേ ഉള്ളൂ. ഓക്കെ, ഒരു വൈറ്റ് ഹെയറാണ്, UK ആളാണ്. ഷീ ഹാസ് അറൗണ്ട് 30 സർട്ടിഫിക്കറ്റ്.
ഡിഫറെൻറ്റ് ഹാർഡ്വേർഡ് അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഞാൻ ആ കമ്പനിയിൽ ആദ്യം പോയിട്ട് അവിടുത്തെ പ്രൊക്യൂർമെൻറ്റ് ഹെഡിനെയാണ് കണക്ട് ചെയ്തത്. പ്രൊക്യൂർമെൻറ്റ് ഹെഡ് ഒരു ഇമെയിൽ ഐ ഡി പറഞ്ഞിട്ടുണ്ട്, ഒന്നും കേൾക്കാൻ താല്പര്യമില്ല, ഇതിലേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചാൽ മതി എന്നുള്ളത്. ഞാൻ പോയത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. സോ നമ്മളെ കമ്പനിയിലെ ആൾക്കാരെ ചെക്ക് ചെയ്തപ്പം ഇവരെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വേറെ ഒന്നും അറിയില്ല കമ്പനി, ജസ്റ്റ് ഒരു കോൾഡ് വാക്കായിരുന്നു. ആദ്യം പ്രൊക്യൂർമെൻറ്റ് പോയപ്പോൾ ഇവർ ഇതായിരുന്നു, ഒന്നും കേട്ടില്ല. നമുക്ക് ഇതൊക്കെ വേണം, നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇമെയിൽ അയക്കുക. നമ്മളൊന്നും പറയുന്നത് പോലെ അവർ കേട്ടില്ല. ബി ഫ്രാങ്ക്. നമ്മളത് കഴിഞ്ഞിട്ട് ചുമ്മാ ചോദിച്ച് ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അവിടെ ഉണ്ടായതുകൊണ്ട് ബൈലേക്ക് നമ്മളോട് പറഞ്ഞ് കണ്ടോ പറഞ്ഞു. അവർ ഏകദേശം 1.5 hour നമ്മളായിട്ട് സംസാരിച്ച്. ഞാനും എൻ്റെ കൊളീഗും ഉണ്ടായിരുന്നു. പറഞ്ഞു ഇതാണ് ലേണിങ്ങിൻ്റെ പവർ. അതിൽ അവർ വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ. അവർ നമുക്ക് ഗൈഡ് ലൈൻ മാത്രമേ തന്നിട്ടുള്ളൂ, നിങ്ങളിത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. മറ്റേയാളെന്ന് പറയുന്നത് ആ പ്രൊക്യൂർമെൻറ്റിൽ അവിടെ നിൽക്കുകയാണ്, ഇയാളിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാം അവിടെ എത്തണമെങ്കിൽ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളത്. സോ നമ്മൾ ആ ഒരു പേടിയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ടോപ്പിലുള്ള ആളെ പോയിട്ട് നോക്ക് ചെയ്താൽ മതി. അതായത് നല്ല ഫേമസ് ആയിട്ടുള്ള എൻജിനീയേഴ്സ്, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ദേ ക്യാൻ ഫീൽ ഇറ്റ് നമ്മളെന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് വാട്ട് ഐ ബിലീവ്. ഓക്കെ. സോ അപ്പാർട്ട് ഫ്രം ദിസ് വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത് നവീൻ്റെ അടുത്ത്. പല ആൾക്കാരും അബ്രോഡ് ജോബ് വേണം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ബട്ട് വി ക്യാൻ സേ ഒരു 40%, മാക്സിമം 30 to 40% ആൾക്കാർക്ക് മാത്രമാണ് ആ ഒരു ജോബിലേക്ക് എത്താൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ തിരിച്ചു വരികയാണ്. ആൻഡ് ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് ലെറ്റ്സ് എ മാക്സിമം 40%, 40-ൽ ഒരു 10% ആൾക്കാർക്കായിരിക്കും അവർ വിചാരിച്ച ജോബ് കിട്ടിയിട്ടുണ്ടാവും. പല ആൾക്കാരും എന്താ പറയുക, എന്തെങ്കിലും ആവട്ടെ ഒരു ജോബ് എന്നുള്ള രീതിയിൽ കയറിയ ആൾക്കാരായിരിക്കും. സോ എന്തുകൊണ്ടാണ് ഈ വി ക്യാൻ സേ 90% ആൾക്കാർക്ക് അവരുടെ ഡ്രീമിൽ എത്തിപ്പെടാൻ പറ്റാത്തത് എന്നുള്ളൊരു കമ്പാരിസൺ നമ്മൾ വെക്കുകയാണെങ്കിൽ കമ്പയർ ടു ദിസ് 10%, എന്തായിരിക്കും അത് റീസൺ ഉണ്ടാവും? ഇപ്പോൾ ഫ്രം സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു നോർമൽ ഇപ്പോൾ കേരളയിൽ നിന്ന് ഒരാൾ പോവുകയാണെങ്കിൽ മേ ബി ഡ്യൂ ടു ഫാമിലി റീസൺസ് ഓർ മേ ബി ഡ്യൂ ടു പ്രൊഫഷണൽ അപ്സ്കില്ലിങ് രീതിയിലൊക്കെ ആയിരിക്കാം പുറത്തോട്ട് വന്നത്. സോ ദ മണി ദാറ്റ് ഈസ് ബീങ് സ്പെൻഡ് ഫോർ ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപ ഡെഫിനറ്റ്ലി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. സോ ഈ 1.5 ലക്ഷം രൂപ ഞാനോ ഹുവർ ഇറ്റ് ഇസ് സ്പെൻഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി വർത്തി. അതിനേക്കാളും കൂടുതൽ ഐ മസ്റ്റ് ബി ഏബിൾ ടു കളക്ട് ഫ്രം ദർ എന്നുള്ള ഒരു ഡ്രീമാണ്. അല്ലെങ്കിൽ അതേ ഒരു എനിക്ക് ഇന്നൊരു പ്രൊഫഷണൽ രീതിയിലാണ് എനിക്ക് അവിടെ എത്തേണ്ടതെന്നുള്ള നോക്കി പോവുകയാണെങ്കിൽ നമ്മൾ വെറുതെ അങ്ങോട്ട് കയറി ഒരു ഫ്ലൈറ്റ് കയറി ചെന്നിട്ട് കാര്യമില്ല. അതെ, ദുബായ്ക്ക് ഇറങ്ങിയിട്ട് വരാം, അത്ര കാര്യം കുഴപ്പമില്ല. അവിടെ ദുബായ്ക്കൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരാം. അല്ലാതെ നമ്മൾ കാരണം എനിക്ക് കുറേ പേഴ്സൺസ് എനിക്കറിയാം, ബിക്കോസ് ഈവൻ ഫ്രം അവർ ഓൺ ഫേം അങ്ങനെ ആൾക്കാർ പോയിട്ട് അവിടെ ജോബ് കിട്ടാതെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. സോ മേ ബി 2 to 3 months അവിടെ നിന്ന് സ്റ്റിൽ ദേ ആർ നോട്ട് ഗെറ്റിംഗ് എ ജോബ്. സോ എന്തുകൊണ്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങനത്തെ ആൾക്കാരെയാണോ വേണ്ടത് അവരെ എടുക്കുള്ളൂ. സോ ഒന്നും അറിയില്ലാത്ത ഒരാളെ ജോബ് കൊടുക്കത്തില്ല. എനിക്കൊരു ജോബ് തായോന്ന് പറഞ്ഞാൽ തരത്തില്ല. വി മസ്റ്റ് ബി ഏബിൾ ടു കൺവേ ദം ഓർ കൺവിൻസ് ദം നമ്മൾ എന്താണെന്നുള്ളത്. സോ അതനുസരിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു കണക്ഷൻ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, അവർ റെസ്യൂമേ, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടാകണം. ആൻഡ് അബവ് ഓൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പറയാൻ അറിഞ്ഞിരിക്കണം എനിക്ക് എന്താ അറിയുന്നതെന്നുള്ളത്. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരാളെടുത്തൊരു ലൈൻ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ലൈൻ വരക്കും. ബട്ട് ഹൗ ആൻ എഞ്ചിനീയർ ഷുഡ് ഡ്രോ എ ലൈൻ എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു എഞ്ചിനീയർ ഹി മസ്റ്റ് ബി ഏബിൾ ടു ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട് ഒരു എഞ്ചിനീയർ ലൈൻ വരക്കണമെങ്കിൽ. ഡയമെൻഷൻ ഓഫ് ദ ലൈൻ, വെദർ ഇറ്റ് ഇസ് വെർട്ടിക്കൽ, വെദർ ഇറ്റ് ഇസ് ഹൊറിസോണ്ടൽ, വെദർ ഇറ്റ് ഇസ് ഇൻക്ലൈൻഡ്. സോ ഇക്കാര്യങ്ങൾ ഈവൻ ഡോട്ടഡ് ലൈൻ. സോ എങ്ങനെയാണ് ആ ഒരു ലൈൻ വരക്കേണ്ടതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഒരാൾ ചോദിക്കുമ്പോഴേക്കും ഒരു ലൈൻ വരക്കാൻ പറയുമ്പോഴേക്കും സാർ ഞാൻ എവിടെയാണ് ലൈൻ വരക്കേണ്ടത്, വാട്ട് ഷുഡ് ബി ദ ഡയമെൻഷൻ, വാട്ട് ഷുഡ് ബി, ആ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു ബേസിക് നോളജ് എങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ എന്നാലും മാത്രമാണ്. സോ അതാണ് നമ്മളൊരു അപ്സ്കില്ലിങ് എന്ന് പറയുന്നത്. സോ നമ്മളായിട്ടൊരു അപ്സ്കില്ല് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രസൻറ്റബിളായിട്ട്
പറയാൻ വേണ്ടി പറ്റും, നമ്മുടെ റെസ്യൂമെ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആണ്, നമ്മുടെ കണക്ഷൻസ് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴാണ്, സോ വെൻ യു റീച്ച് ദുബായ് ആണോ വിച്ചവർ GCC ബേസ്ഡ് നേഷൻ ആയിക്കോട്ടെ, അവിടെ എത്തുമ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു ഫേമിലോട്ട് കയറി ചെന്നിട്ട് വി മസ്റ്റ് ബി ഏബിൾ ടു റെസ്യൂമെ ഷെയർ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഏതർ വേ, മേ ബി ത്രൂ കണക്ഷൻസ് ഓർ ത്രൂ റെഫറൻസ്. ആ റെഫറൻസ് ഉണ്ടാക്കി എടുക്കണം. നേരത്തെ ജുവേർ പറഞ്ഞല്ലോ, ആ റെഫറൻസ് നമുക്ക് കൊടുക്കണമെങ്കിൽ, ഒരാൾ നമ്മൾ റെഫർ ചെയ്യണമെങ്കിൽ ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കണമല്ലോ. സോ ആ രീതിയിൽ നമ്മൾ പ്രൊഫഷണലി വെൻ വി ആർ ഹിയർ ഇറ്റ് സെൽഫ് വി മസ്റ്റ് ബി ഏബിൾ ടു മേക്ക് ഗുഡ് കണക്ഷൻസ്, ഇംപ്രൂവ് അവർ ടെക്നിക്കൽ സ്കിൽസ്, മേ ബി സോഫ്റ്റ് സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് മാത്രം അങ്ങോട്ട് പോകുന്നതാണ് നമുക്കൊരു ഡ്രീം ജോബിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അതർവൈസ് നമ്മൾ നേരെ പോയിട്ട് ദുബായ് കറങ്ങി തിരിച്ചു വരാമെന്നുള്ളത് മാത്രം നടക്കുകയുള്ളൂ അവിടെ പോയി കഴിഞ്ഞാൽ. സോ നവീൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് കണക്റ്റ് ആവണം എന്നുള്ള, പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഇത് ചെയ്യണം. അതിലൊരു ആഡ് ഓൺ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷണൽ ആസ്ക് കൈൻഡ് ഓഫ് എന്ന് ഞാൻ പറയാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സാർ ഞാൻ വന്നിട്ട് 3-4 മാസമായി, എനിക്ക് ജോബൊന്നും ശരിയായിട്ടില്ല, സാർ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോബ് ശരിയാക്കി തരണം. അല്ലെങ്കിൽ സാർ എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത കാര്യമാണ്, എനിക്ക് ഒരുപാട് പൈസയുടെ പ്രശ്നമുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോബ് വേണം എന്നുള്ള ക്വസ്റ്റ്യൻസായിട്ട് ഒരാൾ ഒരു കമ്പനിയിൽ അപ്രോച്ച് ചെയ്യുന്നത്, ഈസ് ഇറ്റ് ഗുഡ്? ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ഈസ് ഇറ്റ് ഗുഡ്? ആൻഡ് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയായിരിക്കും അവരുടെ ഒരു കരിയർ ജേർണി ഉണ്ടാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നവീൻ സാർ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? ഇമോഷണൽ ഫീലിങ്സ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇമോഷണൽ ഫീലിങ്സ് ശരിക്കും അവിടെ ഒരു വാല്യൂ ശരിക്കും പറഞ്ഞാൽ ഇല്ല. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനി നടത്തുവാണെങ്കിൽ, ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഐ വിൽ സേ യു ഡെവലപ്പ് ആൻഡ് കം, നിങ്ങൾ പോയി മെച്ചപ്പെട്ടിട്ട് വരും. അല്ലാതെ ഇങ്ങനത്തെ ഒരു എമോഷണൽ ആയിട്ടുള്ളൊരു ഡയലോഗ്സ് ആണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് അങ്ങനത്തെ ഒരാളെ എടുത്തിട്ട് അവിടെ ആവശ്യമില്ല. കാരണം എനിക്ക് വേണ്ടത് എന്താണോ അതേ ഞാനവിടെ എടുക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ ഒരു എഞ്ചിനീയറിനെ എനിക്ക് വേണ്ടതെങ്കിൽ, സപ്പോസ് അവിടെ ലേബറായിട്ട് ജോലി ചെയ്തിരുന്ന വെച്ചാൽ ഒരാളെ വന്നിട്ടാണ് എനിക്ക് എഞ്ചിനീയറായിട്ട് ജോലി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വോണ്ട് ഗിവ്. അതായത് അങ്ങനെ ഒരു ഇമോഷണൽ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഒരു കരിയർ ജേണി നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളൊരിക്കലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ആ ഒരു ഇമോഷണൽ ബാക്കപ്പ് എന്നല്ല, ഒരു ഇമോഷണൽ രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്കെയിൽ വരുമ്പോഴേക്കും അതൊരിക്കലും അല്ല. സപ്പോസ് വീട്ടിലെ ഉമ്മ അല്ലെങ്കിൽ വാപ്പാനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഞാൻ എത്ര ദിവസമായി ഞാൻ ഇത് ചെയ്യട്ടെ, ഇന്ന് എനിക്കൊന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നത് പിള്ളേർ ചോദിക്കുന്ന പോലെ, ആ ഒരു അപ്രോച്ചിൽ നമുക്ക് വേറൊരു ഔട്ടർ സ്കെയിലിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. കാരണം പ്രൊഫഷണൽ ഇൻഡസ്ട്രിയിൽ അവിടെ പ്രൊഫഷണൽസിനെയാണ് ആവശ്യം, അല്ലാതെ ഒരു ബെഗിങ് ചൈൽഡിനെ പോലെ ചോദിക്കുന്ന ഒരാളല്ല അവിടെ അവർക്ക് ആവശ്യം. സോ ആ കമ്പനിയിൽ നമ്മളിപ്പോൾ ഏതൊരു കമ്പനിയാണ്, വെദർ ഇറ്റ്സ് MNC ഓർ വാട്ട് എവർ ഫേം ഇറ്റ് ഈസ്, ആ കമ്പനിയിൽ ഒരു പൊസിഷനിൽ കയറണമെങ്കിൽ ആ ഒരു പൊസിഷന് വേണ്ട ക്വാളിറ്റി എന്താണോ ആ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാതെ നിങ്ങളവിടെ ചെന്നതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. സോ ബി അപ്സ്കിൽഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ കമ്പനി ആൻഡ് ഫേം വിച്ച് യു ആർ ഗോയിങ് ടു ജോയിൻ. ഈവൻ ആ CEO അല്ലെങ്കിൽ ഹൂർ ഇസ് ഗോയിങ് ടു ഇൻ്റർവ്യൂ ദ MD ഓർ HR ഫേം, സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെക്കുറിച്ചൊരു ഡയറക്റ്റ് ഐഡിയ മേ ബി അവിടെ മുമ്പ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ആ ഒരു ഫേമിൽ മുമ്പ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഓൾറെഡി അല്ലെങ്കിൽ മേ ബി ഉള്ള ആൾക്കാരുണ്ടാവും. ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദം, ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ദ കമ്പനി നീഡ്സ് എന്നുള്ളത് മനസ്സിലാക്കി അവിടെ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ മാത്രമേ, എന്നിട്ട് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റണം, നമുക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം ദാറ്റ് ഐ എം ഗുഡ് ഹിയർ, ഐ വിൽ ബി ഏബിൾ ടു ഡു ദിസ് ജോബ് ഫോർ യു, ഞാൻ ഈ ഒരു ജോബ് ചെയ്യാൻ എന്നെക്കാളും ബെറ്റർ ആൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നത് നമുക്കവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ജോബ്. അല്ലാതെ ഇമോഷണലി എനിക്കൊരു ജോബ് തരുമോ സാറേ എന്ന് ചോദിക്കുന്നത് ദാറ്റ് ഈസ് വെരി അൺപ്രൊഫഷണലിസം ആൻഡ് ഐ വോണ്ട് എൻകറേജ് ദാറ്റ്. ഞാൻ അത് ഒരു എൻകറേജ് ചെയ്യുന്ന ഒരാളല്ല. സോ ഓൾവേസ് നമുക്ക് ഒരു ജോബ് വേണമെങ്കിൽ ഡെവലപ്പ് അവർ സെൽസ് ആൻഡ് ഗോ ഫോർ ഇറ്റ്. ഇതിൽ ഞാനൊരു ഫണ്ണി ഫാക്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഫോൺ വാങ്ങാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഹൈപ്പത്തറ്റിക്കലായിട്ട് പറയണം, ഞാനൊരു ഫോൺ വാങ്ങാൻ പോവാണ്. അപ്പം ആ ഫോൺ വാങ്ങാൻ പോകുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഫോൺ വാങ്ങാൻ പോകുമ്പം ഒരു സെയിൽസ് പേഴ്സൺ പറയാണ്, ഈ ഫോണ് ഒരു 4-5 മാസമായിട്ട് ഇവിടെ തന്നെ കിടക്കുകയാണ്, ഇതിന് തീരെ കച്ചവടമില്ല, ഇതാരും വാങ്ങണില്ല, സാർ ഈ ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വാങ്ങുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അയ്യോ, ഏറ്റവും കൂടുതൽ ഫോണോ സാധനമാണ്, അല്ലെങ്കിൽ ഇതിനെന്ത് ക്വാളിറ്റി ഉള്ളത്?
നമ്മളവിടെ ഒരിക്കലും ഇമോഷണലായിട്ട് കണക്റ്റഡ് അല്ലല്ലോ. നമുക്കൊരു സാധനം ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, കാരണം നമ്മുടെ പൈസയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ആ പൈസയുടെ വേർത്തിനുള്ള സാധനമാണ് നമുക്ക് വേണ്ടത്. അതിലിപ്പോൾ നീ എത്ര കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എടുക്കില്ല അല്ലേ. അതെ. ഒരു ഫോൺ വാങ്ങുമ്പോൾ ഒരു സെയിൽസ്മാൻ വന്നിട്ട് പറയാണ്, ഇത് പോരാ, എന്നാൽ ആരും വാങ്ങണില്ല, ഇത് വിറ്റാലേ എനിക്ക് കുറച്ച് ലാഭം കിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഈ ഫോൺ വാങ്ങണമെന്ന് പറഞ്ഞു. നെവർ. ഓഫ് കോഴ്സ് സെയിം ലൈക്ക് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വരികയാണെങ്കിൽ തന്നെ നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. ബട്ട് അവർ ഒരിക്കലും നമ്മളുടെ കരിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കില്ല. സിമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പം ചില ആൾ ഇമോഷണലി വീക്കായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ അവർ മേ ബി ഗെറ്റ് ഇൻ ടച്ച് ആവാം. അവിടെ അവർ ചിന്തിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവനിക്കൊരു ജോബ് കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ജോബാണ് കൊടുക്കുക. അപ്പം ഞാനൊരു എൻജിനീയർ ആണ്, അല്ലെങ്കിൽ ഞാനൊരു ബി.ടെക് ഗ്രാജുവേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് തിങ്ക് അബൌട്ട് എൻജിനീയറിങ് ജോബ്. എന്തെങ്കിലും ഒരു ജോബ് എന്ന് പറഞ്ഞാൽ അവിടെ എൻജിനീയർ ഓപ്പൺ ഇല്ലെങ്കിൽ അപ്പോൾ പറയും, ഇവിടെ ഒരു ഡോക്യുമെൻറ്റ് കൺട്രോളറുടെ ജോബുണ്ട്, നിനക്കത് എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടെ ഒരു ടീ ബോയുടെ ജോബുണ്ട്, ഒരു മാസം 1500 റിയാൽ തരാം, അല്ലെങ്കിൽ 2000 റിയാൽ തരാം, നിനക്കത് എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ഒരു സൂപ്പർവൈസറുടെ ജോബുണ്ട്, നിനക്കത് എടുക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. അപ്പം ഇഫ് മേ ഫ്രസ്ട്രേറ്റഡ്, പല ആൾക്കാരും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷണലി ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ അവരതിൽ കൊണ്ടുപോയി ക്യാച്ച് ചെയ്യും. ഫസ്റ്റത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവർ ഇമോഷണലാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അവരിങ്ങോട്ടേക്ക് ഇമോഷണലായിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇത്രയും പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഈ ജോബ് തരുന്നത്, ഇത് ഇത്രയൊക്കെ സാലറി ഉണ്ടാവുള്ളൂ, ബട്ട് നിനക്കത് ജീവിക്കാം എന്നുള്ള രീതിയിലായിരിക്കും. അത് എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് പ്ലഷർ എന്ന് പറയാം. ഒരു ജോബ് അവിടെ കിട്ടി, അവന് ഹാപ്പിയായി. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് അബൌട്ട് നെക്സ്റ്റ് ലെവൽ, നമുക്ക് അവിടെ ഒരു കരിയർ ഉണ്ടാവില്ല. പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ ഞാൻ 10 വർഷമായി പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കുകയാണ്, അല്ലെങ്കിൽ 10 വർഷമായി ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 10 വർഷമായി അല്ലെങ്കിൽ 5 വർഷമായി ഞാൻ സെയിൽസ് പേഴ്സൺ ആണ്, ക്യാൻ ഐ സ്വിച്ച്? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, റൈറ്റ്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ എൻ്റെ 5 ഇയേഴ്സ് ഓർ 10 ഇയേഴ്സ് അവനക്ക് ഇഷ്ടമില്ലാത്ത ജോബാണ് ചെയ്തിട്ടുള്ളത്. അവനക്ക് ഇഷ്ടമുള്ള ജോബോ അല്ലെങ്കിൽ പാഷനോ അവൻ അവിടെ നിന്ന് ഡിസ്കണക്ട് ആയിരിക്കുകയാണ്. ഐ എം നോട്ട് ഷുവർ ഹി ക്യാൻ ഗ്രോ ഫ്രം ദാറ്റ് സ്ക്രാച്ച്. കാരണം എന്താ വെച്ചാൽ അതൊരു ലൈഫ് സ്റ്റൈലായി മാറിയിരിക്കുകയാണ് അവർ. നേരെ മറിച്ച് അവനൊന്ന് അപ്സ്കെയിൽ ചെയ്തു, അവൻ നോളജ് ഗെയിൻ ചെയ്തു, അവനൊരു പ്രൊഫഷണലായി, ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ള രീതിയിലാണ് അവൻ പോയിട്ട് ചോദിക്കാൻ, സാർ എനിക്ക് ഇന്ന സ്കില്ലുകളുണ്ട്, ഞാൻ സാറിൻ്റെ കമ്പനിയിൽ ഗോ ത്രൂ ചെയ്തു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് മോർ എന്നുള്ളൊരു കോൺഫിഡൻസ് കാണിക്കുകയാണെങ്കിൽ, സെയിം ലൈക്ക് സാർ ഈ ഫോണിൽ ഇത്ര MP ക്യാമറ ഉണ്ട്, ഇത്ര കപ്പാസിറ്റി ഉണ്ട്, ഇതിൻ്റെ പ്രൊസസ്സർ ഇത്രയാണ്, ഇത് അടിപൊളി സാധനമാണ്, സാർ വാങ്ങിക്കോ എന്ന് പറയുമ്പോൾ ഒന്ന് ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ, ഇതിന് ഞാൻ നിനക്ക് എത്ര തരണം? അതിന് ആ ഫോണിനൊരു വില അവർ ഇട്ടിട്ടുണ്ടാവും. ഈ വില തരുകയാണെങ്കിൽ നിങ്ങൾക്കിത് കൊണ്ടുപോകാം. അതുപോലെ തന്നെയാണ് ഹൗ ഫാസ്റ്റ് യു ക്യാൻ ജോയിൻ, വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ. ആ ക്വസ്റ്റ്യൻസാണ് ഒരാൾ നമ്മളത് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കരിയറിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം, അല്ലേ? അവിടെ നിന്ന് നമ്മളുടെ എന്താ പറയുക, ആ ഒരു എക്സ്പൊണൻഷ്യൽ കർവ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളുടെ ലൈഫ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകണം. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് പ്ലഷറാണ്, ദെൻ സ്ട്രൈറ്റ് ലൈനാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു പോക്കെന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്തവനിക്ക് അല്ലെങ്കിൽ മെനക്കെട്ട ആൾക്കാർക്ക് കമ്പനിയിലെ ആൾക്കാർ ആവശ്യമുള്ളൂ. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഏത് കമ്പനികളിലും എല്ലാ കമ്പനീസിലും പെങ്ങളുടെ മോനും അനിയൻ്റെ മോനും കസിൻസും ഒക്കെ കൂടി അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടാവും, അല്ലേ? പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആകുന്നത്. ഫാമിലീസ് അവർ ഇമോഷണൽ കണക്ഷനുള്ള സ്ഥലമാണ്, അല്ലേ? ഞാൻ പറഞ്ഞ അച്ഛനെയും അമ്മേനെയും വരെ കമ്പനിയിൽ വല്ല CEO പോസ്റ്റിൽ ഇരുത്താലോ. വി ക്യാൻ പ്രോബ്ലി സേ ദാറ്റ്, റൈറ്റ്? നമുക്ക് ഏറ്റവും ഈ ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ നമുക്ക് എല്ലാവരും ഇങ്ങനെ നമ്മളുടെ കമ്പനി നിർത്താൻ. നമ്മളെന്തുകൊണ്ട് ചെയ്യണില്ല? നമുക്ക് പ്രൊഫഷണൽസ് തന്നെയാണ് ആവശ്യം. അവിടെ നമ്മൾ ഒരിക്കലും ഇമോഷണലി കണക്റ്റഡ് അല്ല. ഇമോഷണലി നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആവുക നമ്മളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സാണ്. അവർ കഷ്ടപ്പെടുന്ന കാണുന്ന നമ്മൾ കാണുന്നുണ്ടാകും. ചില ആൾക്കാർ ജോബില്ലാതെ അവർ വാടാ നീ എൻ്റെ കമ്പനി ജോയിൻ ചെയ്തോ എന്ന് പറയുന്നത്
ജോയിൻ ചെയ്യുകയാണെങ്കിലും ഓനക്ക് ഇഷ്ടമുള്ള ജോബ് കൊടുക്കില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ ഒരു ഔട്ട്സൈഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കും അല്ലേ? സോ ഇതിൽ എനിക്കൊരു കൺക്ലൂഷനായിട്ട് നവീൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഒരു ജോബിലേക്ക് വരുന്ന ഒരാൾ അല്ലെങ്കിൽ അവരുടെ ഡ്രീം ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരാളുടെ അടുത്ത് നവീന് കൊടുക്കാനുള്ള ഒരു എന്താണ് വേർഡ്സ് എന്തൊക്കെയാണുള്ളത്? പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്യാൻ, അതായത് ഹൂവർ ഇറ്റ് ഇസ്, ആരോ ആയിക്കോട്ടെ, വിച്ച് എവർ ജോബ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിക്കോട്ടെ, വെദർ ഇറ്റ്സ് എഞ്ചിനീയറിംഗ് ഓർ വാട്ട് എവർ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ. സോ ആ ഒരു ജോബിലേക്ക് നിങ്ങൾ എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം വിത്തിൻ യുവർ സെൽഫ് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു റീച്ച് എ പെർട്ടിക്കുലർ ഗോൾ. ആ ഒരു ഗോൾ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തുന്നതായിരിക്കും. ആ സ്റ്റേജിൽ മാത്രമല്ല അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ദാറ്റ് ഇസ് വൺ ഇസ് മൈൻഡ് സെറ്റ് നമുക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവണം. ദെൻ പ്രോപ്പറായിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ് നമുക്ക് ആ ഒരു ജോബിന് വേണ്ടി, ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ജോബാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ സോഫ്റ്റ് സ്കിൽസ്, ആ ടെക്നിക്കൽ സ്കിൽസ് വേറെ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോഴേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതിൻ്റെ പ്രസൻറ്റേഷൻ വൈസ് ഹൗ വി ആർ ആൻഡ് വാട്ട് വി ക്യാൻ ഡു ടു ഇംപ്രൂവ് ദി കമ്പനി. അതായത് ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യണമെങ്കിൽ ആ കമ്പനിക്ക് വേണ്ട കാര്യത്തിനുള്ള ഒരാളെ എടുക്കുകയുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയല്ല കമ്പനി നടത്തുന്നത്, കമ്പനി ഡെവലപ്പ് ആകാൻ വേണ്ടിയാണ് കമ്പനി നടത്തുന്നത്. സോ വി മസ്റ്റ് ബി ഏബിൾ ടു കൺവിൻസ് ദം ദാറ്റ് വി ആർ ഗുഡ് ഇനഫ് എന്നുള്ളത് കൺവിൻറ്റുള്ളൊരു സോഫ്റ്റ് സ്കിൽസ് നമുക്കുണ്ടായിരിക്കണം. ദെൻ എപ്പോഴും നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന ജോബിനോട് നമ്മളെപ്പോഴും ഓണർഷിപ്പ് കീപ്പ് ചെയ്യണം. ഓണർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ, അതായത് ഇന്ന ഒരു ജോബ് ഉണ്ടെങ്കിൽ ഹൗ വി ആർ ഏബിൾ ടു മാനേജ് ദാറ്റ് ആൻഡ് വി വിൽ ബി ഏബിൾ ടു കൺവിൻസ് നമ്മളിപ്പോൾ എടുക്കുന്നൊരു ഫേം ആണെങ്കിൽ പോലും ആ ഒരു ഫേമിലത്തേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്, ഹൗ വി ആർ ഗോയിങ് ടു പ്ലാൻ അവർ ഗോൾസ് എന്നുള്ളത് കമ്പനിക്കൊന്നും കൂടി നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് അവർ തരുവാണെങ്കിൽ ഈ പ്രൊജക്റ്റ് ഞാൻ ഇത്ര ഡേയ്സിനുള്ളിൽ തീർക്കും. സോ ആ ഒരു പ്ലാനിങ് മെൻറ്റാലിറ്റി നമുക്കുണ്ടായിരിക്കുന്നതായിരിക്കണം. ദെൻ ഫൈനലി നമ്മൾ എപ്പോൾ വി നീഡ് ടു എക്സൽ വിത്ത് അവർ നോളജ്. എന്നും ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ ഞാൻ ലാസ്റ്റും പറയുന്നത്, വി നീഡ് ടു ഹാവ് ഇനഫ് നോളജ്. അതായത് ഇനഫ് നോളജ് എന്നല്ല, എന്നും പഠിക്കാനുള്ള ലേണിംഗ് മൈൻഡ് സെറ്റ് നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. എന്നും ഞാൻ പഠിക്കും, അല്ലെങ്കിൽ എവറി ഡേ ദർ ഇസ് എ ലേണിംഗ് ലെസൺ വി നീഡ് ടു ഹാവ്. സോ എന്നും പഠിച്ച് മുന്നേറാനായിട്ട് നമ്മളെപ്പോഴും എഫേർട്ട് ഇട്ട് തന്നെ പോകണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ ഒപ്പം നമുക്ക് റൈസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരെക്കാളും മുകളിൽ നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അതർവൈസ് നമ്മൾ ഒരു കംഫർട്ട് സോണിൽ ഒരൊറ്റ ലെവലിൽ നിന്ന് പോയി നമുക്ക് ജുവർ പറഞ്ഞ പോലെ ഒരു ഗ്രാഫ് നമുക്ക് റേസ് ചെയ്ത് വരുവാണെങ്കിൽ ആ ഗ്രാഫ് മേ ബി ഒരു ഗ്രാഫ് വരുമായിരിക്കും, വീൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് അങ്ങനെ നിന്ന് പോകും. ഒരു ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ്, ഒരു എക്സ്പോണൻഷ്യൽ ലെവൽ ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ അപ്സ്കിൽഡ് ആയിരിക്കണം. അൺലെസ് നമ്മൾ അപ്സ്കിൽഡ് ആയില്ലെങ്കിൽ യു വിൽ റിമെയിൻ വെയർ എവർ ഇറ്റ് ഈസ്. നമ്മൾ ഈ ഒരു ലെവലാണെങ്കിൽ ആ ലെവലിൽ തന്നെ നിന്ന് പോകുള്ളൂ. വിൽ നോട്ട് ബി ഏബിൾ ടു ഡെവലപ്പ്. സോ എപ്പോഴും നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക, അപ്സ്കിൽഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഇസ് മൈ കൺക്ലൂഷൻ. ഗ്രേറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. യെസ്. നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേൺ ചെയ്തേ പറ്റുള്ളൂ. അത് ഈവൻ സോഫ്റ്റ് സ്കില്ലാണെങ്കിലും ടെക്നിക്കൽ സ്കില്ലാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സ്കൈ ഈസ് യുവർ ലിമിറ്റ്. നിങ്ങളിങ്ങനെ എക്സ്പോണൻഷ്യൽ കർവിൽ പോകുള്ളൂ. ഇല്ലാത്തടത്തോളം കാലം no, you won't be able to. Correct, right? Okay, Naveen. Thank you so much.